അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു അമലാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമൽ കേട്ട് ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ മാറ്റി കളയാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇത് വെറും ഒരു വാക്കല്ല, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ഈ ഒരു അമലിൻ്റെ പവറും കൂടെയാണ്. ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ എത്ര വലിയ പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിലും ആ പരീക്ഷണങ്ങൾക്ക് മുകളിൽ ഒരു വിജയം ലഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. ഏതാണ് ആ കാര്യം എന്നുകൂടെ ഒന്ന് നോക്കുക ചെയ്യാം. ഞാൻ ഈ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വൈകുന്നത് എന്ന്? അല്ലെങ്കിൽ ഞാൻ വളരെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ചില ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ സാധിക്കാത്തത് എന്ന്? ഇതൊക്കെ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ചിലർ പറയും ഭാഗ്യമില്ലാത്തത് കൊണ്ടാണെന്ന്, ചിലർ പറയും സമയം ശരിയല്ലാത്തത് കൊണ്ടാണെന്ന്, മറ്റു ചിലർ പരിശ്രമം കുറവായതുകൊണ്ടാണ് പറയും. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു യഥാർത്ഥ കാര്യമുണ്ട്. എന്താണെന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ജീവിതം എന്നതൊരു പരീക്ഷ തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ പലവിധ സാഹചര്യങ്ങളും നേരിടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നന്മകൾ നമ്മളിലേക്ക് വരും, ചിലപ്പോഴോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കൈവിട്ടു പോകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ്? എന്നാൽ ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നുണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ്. ചരിത്രത്തിൽ നോക്കിയാലേ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ, പ്രവാചകന്മാരും അവരുടെ സ്വഹാബത്തും. ജീവിതം എളുപ്പമായിരുന്നില്ല അവരുടേത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് വിശ്വാസം നിലനിർത്താൻ അവരെത്ര വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അവരെ പ്രത്യേകത ഉള്ളവരാക്കുന്നത് അവരുടെ സമ്പത്തോ ശക്തിയോ അല്ല, അവരുടെ ഹൃദയത്തിലെ ഉറച്ച വിശ്വാസമാണ്. ഒരു സഹാബിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവം നമുക്കിവിടെ നിന്ന് നോക്കാം. വലിയ പ്രയാസങ്ങൾക്കിടയിൽ പോലും അവൻ ഒരിക്കലും നിരാശപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരുമായിട്ടല്ല പറഞ്ഞിരുന്നത്, തൻ്റെ ഉമ്മയായിട്ടോ തൻ്റെ ഉപ്പയായിട്ടോ തൻ്റെ കൂട്ടുമാരായിട്ടോ അവർ പങ്കുവെച്ചിരുന്നില്ല. അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞിരുന്നു, നേരിട്ട് ദുആ ചെയ്തിരുന്നു. അവന് വിശ്വസിച്ചത് ഞാൻ ശ്രമിക്കും, പക്ഷെ ഫലം നൽകുന്നത് എൻ്റെ പടച്ചവനാണ് എന്ന സത്യമാണ്. ആ വിശ്വാസം അവനെ ശക്തനാക്കി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങുകയും ചെയ്തു. അവൻ നേരിടുന്ന കഷ്ടപ്പാടുകൾ കുറയുകയും അവൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിലൊരു സമാധാനം നിറയുകയും ചെയ്തു. നമ്മളെല്ലാവരും ഇന്ന് അന്വേഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഒരു വലിയ സത്യം. നമ്മൾ പലപ്പോഴും ഫലത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്, പക്ഷേ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നതോ നമ്മുടെ ഹൃദയവും വിശ്വാസവും. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ എത്ര ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നുണ്ട്, എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ പടച്ചോനെ വിളിച്ച് ദുആ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിലേ അതിനെക്കുറിച്ച് നിരാശപ്പെടണ്ട. പകരം അതൊരവസരമായിട്ട് നിങ്ങൾ കാണുക. അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് പോകാനുള്ള ഒരു അവസരം. ദുആ ചെയ്യുക, പിന്നെയും പിന്നെയും പിന്നെ നിങ്ങൾ പരിശ്രമിക്കുക, പിന്നെ വിശ്വാസത്തോടു കൂടെ കാത്തിരിക്കുക. എല്ലാം ഉടനെ നടക്കൂല, പക്ഷേ ശരിയായ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ, അത് മനോഹരമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ റബ്ബ് കാണിച്ചു തരും. ഇപ്പോൾ ഈ വീഡിയോയിൽ അവസാനം നിങ്ങൾക്കൊരു കാര്യം, ഒരു ശക്തമായിട്ടുള്ളൊരു സ്മരണ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നമ്മളുടെ ജീവിതത്തിൽ എത്ര വഴികൾ അന്വേഷിച്ചാലും ഒടുവിൽ നമ്മളെ നയിക്കുന്നത് ഒരു സത്യത്തിലേക്കാണ്. എന്തിലേക്കാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ ഒഴികെ ആരാധിക്കപ്പെടാൻ യോജിച്ചതൊന്നുമില്ല. ഈ സത്യം മനസ്സിലുറപ്പിച്ച നമ്മുടെ ഭയം കുറയുകയും നമ്മുടെ വിശ്വാസം ശക്തമാവുകയും പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ദ്വായക്കും പുതിയ അർത്ഥം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായാലും ഈ ഒരു സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, ദുആ നിർത്തരുത്, പരിശ്രമം ഒഴിവാക്കരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നെ നൽകും. അപ്പോൾ ഇന്ന് മുതൽക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ മഹത്തായിട്ടുള്ള വചനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം, ഒരു നിശ്ചിത എണ്ണ പ്രകാരം ഡെയിലി നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.